ഇത് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡയഗ്രമാണ്. എങ്ങനെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനുള്ള ആ സ്റ്റെപ്പുകൾ എന്നത്? ചെറിയ സ്റ്റെപ്പുകളെ എല്ലാ സ്റ്റെപ്പും നമ്മളിതിൽ കാണിച്ചിട്ടില്ല. ചില സ്റ്റെപ്പ് ഒരു ഹ്യൂമൻ ഓർഗാനിസം അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി അവരുടെ നമ്മൾ പറഞ്ഞ ഒരുപാട് സെല്ലുകളുണ്ട്. അതിലൊരു സെല്ല് ഇല്ല ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തേക്കണേ. സെല്ലിലെ അതർ കമ്പോണൻസുകൾ, അതുപോലെ നമ്മുടെ ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിൽ നമ്മൾ പറയുന്ന നമ്മുടെ ക്രോമസോം അല്ലെങ്കിൽ ക്രൊമാറ്റിഡ് ഫോമിലുള്ള സാധനം ക്രോമസോം പരുവത്തിലുള്ളത് കാണിച്ചിട്ടുണ്ട്. ഈ ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ലോങ് പോളിമറായിട്ടുള്ള DNA ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ DNA കാണുന്ന സീക്വൻസുകൾ ഇവിടെ കാണുന്നുണ്ട്. കണ്ട GCAT GC, ഈ സീക്വൻസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഐസൊലേറ്റ് ചെയ്ത് ഈ DNA ഈ സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് ഫ്രാഗ്മെൻറ്റുകളാക്കി ആ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ ഈസ്റ്റ് പോലെയുള്ള ഹോസ്റ്റിലിട്ട് അവിടെ നമ്മൾ വെക്ടറിൻ്റെ സഹായത്തോടു കൂടി അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ക്ലോൺ ചെയ്തെടുത്ത് ആ സീക്വൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓട്ടോമേറ്റഡ് DNA സീക്വൻസിലിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതാണ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത സീക്വൻസുകളെ നമ്മൾ ഇതിൽ കാണുകയാണ്. ഷോർട്ട് ഫ്രാഗ്മെൻറ്റുകൾ ആക്കി കഴിഞ്ഞതിന് ശേഷം ആ ഫ്രാഗ്മെൻറ്റുകളിൽ കാണുന്ന സീക്വൻസുകളാണ് TG TAC അതിൻ്റെ കറസ്പോണ്ടിങ്. സോ നമ്മൾ ക്ലോൺ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രാഗ്മെൻറ്റുകളുണ്ട്. ആ സീക്വൻസുകൾ കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാം അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അതിലിട്ട് കാണാം. ഇപ്പോൾ ഈ ഓട്ടോമേറ്റഡ് DNA സീക്വൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്കതിനെ അസൈൻ ചെയ്യാനും അലൈൻ ചെയ്യാനും അതിൻ്റെ ഓർഡറിൽ ഏത് ക്രോമസോമിലാണ് ഈ സീക്വൻസുകൾ ഇരിക്കണമെന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ഒരു ഓൾ ടുഗദർ പിക്ചർ.